നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. താഴ്ന്നിറങ്ങി തേങ്ങാവില ഒരു മാസം കൊണ്ട് കുറഞ്ഞത് 17 രൂപ. വെളിച്ചെണ്ണ വില 400-ൽ നിന്ന് 370-ലേക്ക്. നാളികേര കർഷകരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ച് തേങ്ങാവിലയിൽ ഇടിവ്. നവംബറിൻ്റെ തുടക്കത്തിൽ കിലോയ്ക്ക് 70 രൂപയുണ്ടായിരുന്ന വിലയാണ് പടിപടിയായി 17 രൂപ താഴ്ന്ന് വെള്ളിയാഴ്ച 53-ലെത്തിയത്. നവംബർ പകുതിയോടെയാണ് വിലയിൽ ഇറക്കം തുടങ്ങിയത്. നവംബറിൽ വില 5 രൂപ കുറഞ്ഞ് 65-ലെത്തിയിരുന്നു. നവംബർ 30-ന് വീണ്ടും 3 രൂപ കുറഞ്ഞ് 62-ലെത്തിയ വില ഡിസംബറിൻ്റെ തുടക്കത്തിൽ വീണ്ടും 6 രൂപ കുറഞ്ഞ് 56-ലെത്തി. ജനുവരിയിലെ വിലയിലേക്കാണ് ഇപ്പോൾ തേങ്ങാ വിപണി താഴ്ന്നിരിക്കുന്നത്. 2024 ജനുവരിയിൽ 53 രൂപയായിരുന്ന തേങ്ങാവില മാർച്ചിൽ 54-ആയും ഏപ്രിൽ 58-ആയും ഉയർന്നു. ജൂൺ അവസാനത്തോടെയാണ് വിലയിൽ ഗണ്യമായ മാറ്റം സംഭവിച്ചത്. ജൂൺ അവസാന വാരം 57-ൽ നിന്നും 67-ലേക്ക് ഉയർന്ന വില ദിവസങ്ങൾക്കുള്ളിൽ 75 രൂപയിലേക്ക് എത്തുകയായിരുന്നു. തേങ്ങാ വിലയിടിവ് വെളിച്ചെണ്ണയുടെ വിലയിൽ പ്രതിഫലിച്ചു തുടങ്ങിയത് അടുക്കളകൾക്ക് ആശ്വാസമായി. നവംബറിൽ 1 കിലോ വെളിച്ചെണ്ണ വില 400 രൂപയായിരുന്നു. നിലവിൽ 15 രൂപ കുറഞ്ഞു 370 രൂപയിലെത്തിയിട്ടുണ്ട്. ലിറ്റർ വില 350 മുതൽ 360-ലേക്ക് താഴ്ന്നു. ഈ വർഷം തുടക്കത്തിൽ വെളിച്ചെണ്ണ വില 265 രൂപയായിരുന്നു. സാധാരണ നിലയിൽ തേങ്ങാ വിലയിലെ ഇടിവ് വെളിച്ചെണ്ണ വിലയിൽ പ്രതിഫലിക്കുന്നതിന് കൂടുതൽ ദിവസമെടുക്കാറുണ്ടെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേങ്ങ പ്രധാനമായും തമിഴ്നാട് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത്. നിലവിൽ അയൽ സംസ്ഥാനങ്ങളിൽ തേങ്ങ ഉൽപ്പാദനം കൂടിയതോടെ കേരളത്തിൽ നിന്നുള്ള തേങ്ങയ്ക്ക് ഡിമാൻഡ് കുറഞ്ഞതാണ് വിലയിടിവിന് ഇടയാക്കിയതെന്നാണ് മൊത്ത വ്യാപാരികൾ പറയുന്നത്. ഇനി നമുക്ക് തെങ്ങിന് നൽകേണ്ട വളങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. കായ്ച്ചു തുടങ്ങിയ തെങ്ങൊന്നിന് വർഷത്തിൽ 500 ഗ്രാം പാക്കിച്ചനകം, 320 ഗ്രാം ഫാവകം, 1200 ഗ്രാം ക്ഷാരകം എന്ന തോതിൽ പോഷകമൂല്യം ലഭിക്കത്തക്ക വിധം വളം നൽകണം. കാലവർഷത്തിന് മുമ്പുള്ള പുതുമഴ ലഭിക്കുമ്പോൾ തെങ്ങിന് ശുപാർശ ചെയ്തിട്ടുള്ള വളത്തിൻ്റെ 1/3 ഭാഗം നൽകണം. തെങ്ങിൻ്റെ ചൂട്ടിൽ നിന്നും 1.25 മീറ്റർ അകലത്തിൽ മണ്ണുമായി ചേർത്ത് നൽകണം. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ 2/2 ഭാഗം പച്ചിലവളമോ കമ്പോസ്റ്റോ തടത്തിനുള്ളിൽ വിതറണം. രാസവളത്തിൻ്റെ അവസാന ഭാഗം പച്ചിലവളത്തിൻ്റെ മുകളിൽ വിതറി മണ്ണിട്ട് മൂടണം. ശരിയായ വളർച്ചയ്ക്കും മുൻകൂട്ടിയുള്ള കായ്ഫലത്തിനും തെങ്ങിൻ തൈകൾ നട്ട് ആദ്യ വർഷം മുതൽ വളപ്രയോഗം നടത്തേണ്ടതാണ്. തെങ്ങിൻ തൈകൾ 3 മാസത്തിനുള്ളിൽ ആദ്യ വളപ്രയോഗം നടത്തണം. ശുപാർശ ചെയ്യപ്പെട്ട പോഷകമൂല്യം ലഭിക്കാൻ 1 കിലോഗ്രാം യൂറിയ, 1.5 കിലോഗ്രാം മസൂറി ഫോസ് അല്ലെങ്കിൽ റോക്ക് ഫോസ്റ്റ്, 2 കിലോഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ നൽകണം. പുളിരസമുള്ള മണ്ണാണെങ്കിൽ രാസവളങ്ങൾക്ക് പുറമെ തെങ്ങൊന്നിന് 1 കിലോഗ്രാം ഡോളോമൈറ്റ്, 1/2 കിലോഗ്രാം മഗ്നീഷ്യം സൾഫേറ്റോ അഥവാ ചുണ്ണാമ്പോ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മണ്ണുമായി ചേർത്തിളക്കി കൊടുക്കണം. എന്നാൽ ഇവ രാസവളങ്ങളോടൊപ്പം ചേർക്കാൻ പാടില്ല. ജൈവാംശം കുറഞ്ഞ മണ്ണിൽ പച്ചിലവളമോ കമ്പോസ്റ്റോ നൽകുന്നത് നല്ലതാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇടയിളക്കുന്നതും കളകൾ പറിച്ചു കളയുന്നതും ആവശ്യമാണ്. തെങ്ങിൻ തോട്ടത്തിലെ മണ്ണൊലിപ്പ് തടയാനാണ് ആവരണ കൃഷി നടത്തുന്നതെങ്കിലും ഇവ മണ്ണിൻ്റെ ജൈവാംശം നിലനിർത്താൻ സഹായിക്കും. പുതുതായി കൃഷി ചെയ്യുന്ന തോട്ടമാണെങ്കിൽ ഇടവിളകളും കൃഷി ചെയ്യാവുന്നതാണ്. 5 മുതൽ 6 മീറ്റർ വരെയും തെങ്ങുകൾ വളരുമ്പോൾ ഇടവിളയായി കൈതച്ചക്ക, നിലക്കടല, ചേന, കപ്പ, മുളക് തുടങ്ങിയവ കൃഷി ചെയ്യാം. പ്രായമായ തെങ്ങിൻ തോട്ടത്തിൽ മിശ്ര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൊക്കോ, ജാതി തുടങ്ങിയവയും തീറ്റപ്പുൽ ഇനങ്ങളും കൃഷി ചെയ്യുമ്പോൾ കർഷകന് അധിക വരുമാനം ലഭിക്കുന്നു. കന്നുകാലിയെ വളർത്തുന്ന കർഷകന് തീറ്റപ്പുൽ കൃഷി അനുഗ്രഹപ്രദമാണ്. കാലിവളം തെങ്ങിൻ തോട്ടത്തിൽ ജൈവവളമായി ഉപയോഗിക്കുകയുമാവാം. അപ്പോൾ തെങ്ങിന് ഇങ്ങനെയൊക്കെ സംരക്ഷണങ്ങൾ കൊടുക്കേണ്ടതാണ്. വളം കൃത്യമായിട്ട് ചെയ്യണം. തടം എടുക്കേണ്ട സമയത്ത് തടം എടുക്കണം. തടം മൂടേണ്ട സമയത്ത് തടം മൂടി കൊടുക്കണം. ഇപ്പോൾ ഡിസംബർ മാസത്തിൽ തെങ്ങിന് ഇട കളച്ച് കൊടുക്കേണ്ട സമയമാണ്. നമ്മളിപ്പോൾ ഇട കളച്ച് കൊടുക്കുമ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ ആ വെള്ളം നനവ് ആ മണ്ണിൽ പിടിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.